ഇതാ തങ്കപ്പന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ് അത്. എനിക്കെതിരെ ഒരാൾ സംസാരിക്കുക, അത് ഒരു പെണ്ണ്. അടിച്ചവളുടെ അണപ്പല്ല് ഞാൻ തെറിപ്പിച്ചേനെ. നീ ഒറ്റ ഒരുത്തം കാണാതെ ചെയ്യാൻ പറ്റാണ്ട് വന്നേ, വൃത്തികെട്ടവൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ എന്റെ വണ്ടിയുടെ കിളിയോ അതോ എനിക്ക് മനക്കേട് ഉണ്ടാക്കാൻ കൂടിയേക്കണം വെള്ളപ്പിശാലോ? ഒരു സാധാരണ ചായക്കടക്കാരി സ്ത്രീയെ തല്ലി ചേച്ചാ എന്ത് മാനം കിട്ടുന്ന ആശം പറയണേ. ഇന്ന് അവളെന്റെ കയ്യെ കയറി പിടിച്ചില്ലേ, എന്നെ കത്തിയെടുത്തില്ലേ? എടാ, ഒറ്റപ്പാറ ജംഗ്ഷനിലെ ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ എന്നെ കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ കൊടനെ ഞാൻ പറിച്ചെടുത്തേനെ. ഒരു സാധു സ്ത്രീയല്ലേ അവര്, ജീവിക്കാൻ വേണ്ടി എപ്പോഴാ അവർ പെടുന്നേ? സഹായിക്കാൻ പോലും ആരുമില്ല. എന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവളുടെ മഹത്വം പറയണോ? ഞാൻ കൊന്നു എന്നാലും ഒരു കൂട്ട് എനിക്ക് എന്നെ കിട്ടില്ല. വേണ്ടടാ, എനിക്കൊരു പുല്ലന്റെ മോന്റെയും കൂട്ട് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചോദിച്ചോളാം. തല്ലുമ്പോഴും കൊല്ലുമ്പോഴും എന്നെ ഒരു നാറി കയറി പിടിക്കില്ല. എന്റെ കൺമുമ്പിൽ വെച്ചാണ് ഞാൻ ഇനിയും ചോദിക്കും. നിവർന്നു നിൽക്കാൻ നിനക്കെന്ന് കെൽപ്പുണ്ടെങ്കിലല്ലേ വളർത്തിയ കൈകൊണ്ട് തന്നെ നിന്നെ പിഴുതെടുക്കാനും എനിക്കറിയാം. തങ്കപ്പന നിനക്ക് ശരിക്കും അറിയില്ല. ചന്ദ്രു, 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 ఏంటికి చంద్రు? చంద్రు, പിടിച്ചു. പതുക്കെ ഇവിടെ കിടന്നു. ഞാൻ ചൂടുവെള്ളം കൊണ്ടുവരാം.
കൊടറാ, ഞാനിതാ വരുന്നു. എന്താ ചന്ദ്രു? ഏയ് ഒന്നുമില്ല. പിന്നെ ദേ ഈ തിരികൾ കൊണ്ടുപോയി ആ വിളക്കിലിട്. ദാ. ഏയ് എന്താ? ഒന്നുമില്ല. ഇതുവരെ ശരിയാക്കില്ലേ ചന്ദ്രു? കത്തിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യേ, ഇങ്ങോട്ട് വാ, നമുക്കിവിടെ തൂക്കാം. അതിങ്ങതാ, ഞാൻ തൂക്കാം. ഈ സ്റ്റൂളിൽ നിന്ന് പിടിക്കണേ, ആദാമിന്റെ കാലത്തുള്ളതാ. ഇത് ടൈറ്റ് ആവുന്നില്ലല്ലോ. അതെ അതെ, സഹാവ് പറയുന്നതിലും കാര്യമുണ്ട്. റഷ്യയിൽ മാത്രമല്ലടോ, ഇവിടെയും പിരിവിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത് പിന്നെ പറയണ്ട. പിന്നല്ലാതെ ഇപ്പോഴാ ബുദ്ധി വന്നത്. ഹലോ, എന്താ വേണ്ടത്? പലതും വേണം. ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആരും ഇല്ലേ? ആദ്യം അവരെ വിളി. നോക്കി പേടിപ്പിക്കണ്ട, പ്രായപൂർത്തിയായ ആരെങ്കിലും വിളിക്കടാ കൊച്ചിനെ. നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ട എന്താണെന്ന് വെച്ചാ പറ, എന്നിട്ട് വേറെ ആളെ വിളിക്കണമെന്ന് ആലോചിക്കാം. നീ ആള് കൊള്ളാമല്ലോ. എന്താ ഇവിടെ കഴിക്കാനുള്ളത്? ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ ബലാവോ, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. എന്റെ അമ്മോ, എന്തൊരു പുരോഗമനം! എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല. ഇതിനൊക്കെ എവിടുന്നടാ വരുമാനം? പറഞ്ഞു തീർന്നില്ല, ഇനിയുണ്ടോ? കേക്കട്ടെ. ഈ പറഞ്ഞു ഒന്നും ഇവിടെ ഇല്ല. തൽക്കാലം നല്ല പുട്ടും കടലയും തരാം. നിന്നെ ഞാൻ ചെന്ന് ചിക്കൻ റെഡിയായി നോക്കടാ. ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഉണ്ടാവും, അത് കഴിക്കാൻ ആളെത്തിയിട്ടുണ്ടെന്ന് പറ. ചിക്കൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ചെറിയ വായില് വലിയ വർത്താനങ്ങൾ പറയാണ്ട് പറഞ്ഞതനുസരിക്കും മോനെ. ചെല്ലടാ, എടാ ചെല്ലാൻ. ഓരോന്ന് കുറ്റിയും പിടിച്ചോണ്ട് വരൂ. ചേച്ചി, അപ്പുറത്തൊരാള് പ്രശ്നം ഉണ്ടാക്കണം. ആരാടാ അത്? അയ്യോ, അതൊന്നും വേണ്ടി വരില്ല. ഒരു പെങ്കൊച്ചാ പ്രശ്നം ഉണ്ടാക്കുന്നേ. അവൾക്ക് ചിക്കൻ തന്നെ വേണോന്ന്. ഓഹോ, നീ ചെന്ന് കോഴിയെ കൊണ്ടുവന്നിട്ടുണ്ടോന്ന് ചോദിക്കാളോട്, എന്നിട്ട് ചിക്കൻ കൊടുക്കാം. നിങ്ങൾ കോഴി കൊണ്ടുവന്നിട്ടുണ്ടോ ചോദിച്ചു. കോഴിയോ? എന്ത് കോഴി? ഏതായാലും കുഴപ്പമില്ല. പൂവനോ പിടയോ ഏത് വേണമെങ്കിലും ശരിയാക്കി തരും. ആര്? ചേച്ചി. നിന്റെ ചേച്ചിയാ? നിങ്ങൾ ഇതൊക്കെ എന്തിനാ അറിയണേ? അവരൊന്ന് കാണാൻ പറ്റുമോ? ആരെ? ഈ പറഞ്ഞ ചേച്ചി. നോക്കാം. നോക്കാന്നോ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? പോയിട്ട് ഉച്ചക്ക് വാ. അവിടുന്ന് ഇവളെന്നെ ചിക്കൻ ആക്കൂ. ഹലോ. ആഹാ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖം തന്നെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതാ കുട്ടി പിശാച്? എന്റെ സഹായത്തിന് നിർത്തിയതാ.
ഓ നീ കണ്ടിട്ടില്ലല്ലേ? എങ്ങനെയുണ്ട് ആള്? അവനെ ഞാൻ വെച്ചിട്ടുണ്ട്, ഡിങ്കൻ. ഛേ, എന്താ പെണ്ണെ, നിന്റെ തരാ അവൻ? കൊച്ചുകുട്ടിയല്ലേ? ആ, എന്ന് വീട്ടിലേക്ക് ചെല്ലേ. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വരാം. എന്നിട്ട് വേണം നിന്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ എനിക്കറിയാം. ചെല്ലു മോളെ. ഓക്കേ. എന്താ മോളെ? കള്ളനോ? നിനക്ക് തോന്നിയതാവും. അല്ല, ഞാൻ ശരിക്കും കണ്ടു. നമ്മുടെ വീട്ടിൽ കയറാൻ ധൈര്യമുള്ള കള്ളനോ? അത് വെറുതെയാ. അല്ല ചേച്ചി, വാ, ചേച്ചി വന്ന് നോക്കിക്കേ. ആഹാ, ഇതാണോ കള്ളൻ? ചന്ദ്രു, നീ ഇവളെ പേടിപ്പിച്ചോ? ഇല്ല, എന്നെ പേടിപ്പിച്ചേ. നിന്നെ ഈ രൂപത്തിൽ കണ്ട ആരാ പേടിക്കാത്തത്? ചെന്ന് തുണി എടുത്തു കൊടുക്കടി പെണ്ണെ. ആ, ഇതേ ചന്ദ്രു, ബാക്കി നീ തുണി ഉടുത്ത് വന്നിട്ട് പറയാം. പോ. ചന്ദ്രു പേടിച്ചു പോയി കാണുമല്ലേ? എന്ത് കണ്ടാലും പേടിക്കരുത് ചന്ദ്രു, ധൈര്യമായിട്ട് നിൽക്കണം. അതാരാ ചേച്ചി? ഇന്നൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവളെ പറ്റിയാണ്. എന്റെ അനിയത്തി രാഖി കോളേജിലാ. ഇങ്ങനെ വല്ലപ്പോഴും അവധിക്ക് വരും. തിരിച്ചു പോന്നവരെ ചന്ദ്ര ഇവൾക്കൊരു കൂട്ടാവണേ. ലേശം കുസൃതി ഉണ്ടെന്നേ ഉള്ളൂ. പാവാ. അയ്യോ, ചിക്കൻ വെന്ത് കാണും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടിയാ അവള് വല്ലപ്പോഴും ഇവിടെ വരുന്നത്. എടി, എന്തോ നടി ഏത് നേരം ആ വീട്ടിലോട്ട് നോക്കിയിരിക്കുന്നത്? അവിടെ കാണിക്കുന്നതൊക്കെ കണ്ടുപിടിക്കാനാണോ? കണ്ടുപിടിക്കാൻ മാത്രം എന്താ അവിടെ ഉള്ളത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്.